1 into 2 into 3 into 4 into 5. ഇതിൽ എത്ര സീറോ ഉണ്ടാവും ലാസ്റ്റിൽ? How many zeros are in the product of 1 into 2 into 3 into 4 into 5? ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. എത്ര സീറോ ഉണ്ടാവുന്നതാണ് ചോദ്യം. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആൻസർ 120 ആണ്. ഈ 120ൽ ഒരു സീറോ ആണുള്ളത്. ഈ ഒരു സീറോന്റെ അവകാശികൾ 2ഉം 5ഉമാണ്. 2ഉം 5ഉം എവിടെ കയറി വരുമ്പോഴും ഒരു സീറോ അവിടെ വരും. 2 into 5 അല്ലെങ്കിൽ 4 into 5 ആക്കാം. 4നെ നമുക്ക് 2 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അവിടെ സീറോ വന്നത്. എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. ഇതൊരു വർഷം നിങ്ങൾക്ക് മോഡലിൽ ചോദിച്ച ചോദ്യമാണ്. 999 into 50 into 25 into 4 into 2. ഈ പ്രൊഡക്റ്റിൽ എത്ര സീറോസ് ഉണ്ടാവും? How many zeros are in the product of 999, 50, 25, 4 into 2? പറഞ്ഞുതരാം. ഇതിന്റെ എളുപ്പമാർഗം 25നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ് മോളെ? 25 into 4 എത്രയാണ്? 100. വെരി ഗുഡ്. 100 ആണ്. അവിടെ 2 സീറോ. അടുത്തത് 50. 50നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് മകളെ? 100. അവിടെയും 2 സീറോ. ഇവിടെയും 2 സീറോ. ഇവിടെയും 2 സീറോ. അപ്പൊ നമുക്ക് മൊത്തത്തിൽ എത്ര സീറോ വരണം? 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10. ഒന്ന് ഊഹിക്കാൻ പറ്റുമോ ഇതിൽ അവസാനം എത്ര സീറോ ഉണ്ടാവും? ആരാധ്യ, കുട്ടികൾ എത്രയാണ് ടൈപ്പ് ചെയ്തത്? 2 സീറോസ്. അതായത് നേരത്തെ നമ്മൾ 1 മുതൽ 5 വരെ ചെയ്തപ്പോൾ ഒരു സീറോ ആണുള്ളത്. അപ്പൊ 5 ഇവിടെ വന്നു. 5ന്റെ ഇരട്ടിയായ 10 ഇവിടെ വന്നു. അപ്പൊ അങ്ങനെ 2 സീറോസ് കുട്ടികൾ 2 ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് എത്ര 2 അക്ക സംഖ്യകളുണ്ട്? എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നമുക്ക്? കുട്ടികൾ ടൈപ്പ് ചെയ്യും. മോളത് വായിച്ച കുട്ടികൾ ടൈപ്പ് ചെയ്തോളൂ. അവർ ശരിയായ എത്ര ടൈപ്പ് ചെയ്യും. നമുക്ക് എത്ര 2 അക്ക സംഖ്യകളുണ്ട്? How many 2-digit numbers are there? 90 ആണ്. 90 2 അക്ക സംഖ്യകളുണ്ട്. 90 ശരിയാണ്. വിളിച്ചു പറയേണ്ട, നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. 90 2 അക്ക സംഖ്യകളുണ്ട്. 90 2 അക്ക സംഖ്യകളുണ്ട്. ഈ 2 അക്ക സംഖ്യ 90 എണ്ണം കിട്ടുന്നത് 99 എന്ന ആ വലിയ 2 അക്ക സംഖ്യ, ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ 99ൽ നിന്ന് ഏറ്റവും വലിയ 1 ഡിജിറ്റ് ആയ 9 നമ്മൾ -8 ആണ് നമുക്ക് 90 കിട്ടുന്നത്. പക്ഷെ ചോദ്യം അതല്ല ആരാധ്യ. ചോദ്യം ഇതാണ്, നമുക്ക് എത്ര 2 അക്ക സംഖ്യകൾ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ് എത്ര ഉണ്ട്? അക്കങ്ങൾ ആവർത്തിക്കാതെ വരുന്ന എത്ര 2 അക്ക സംഖ്യകളുണ്ട്? How many 2-digit numbers are without repeating the digits? കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ട് മോൾ അത് മാത്രം വായിച്ചാൽ മതി. മോൾ പറയുന്നില്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ പറയും. അതുകൊണ്ടാണ് 81 കറക്റ്റ് ആണ്. ആ 81 90ൽ നിന്ന് വീണ്ടും നമ്മൾ 9 ആണ് മൈനസ് ചെയ്യുന്നത്. ഈ 9 ഏതൊക്കെയാണ്? 2 അക്ക സംഖ്യകൾ ഒരേപോലെ വരുന്നത്. 11 വരാറുണ്ട്, 22 വരും, 33 വരും, 44 വരും, 55 വരും, 66 വരും, 77 വരും, 88 വരും, 99 വരും. 1 2 3 4 5 6 7 8 9. ആ 9 നമ്മൾ മൈനസ് ചെയ്തു. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. How many 2-digit numbers are there? How many 2-digit numbers without repeating the digits? ഇങ്ങനെയുള്ള സ്ഥിരം ചോദ്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഏറ്റവും വലിയ 4-digit നമ്പർ ഏതാണ് ആരാധ്യ?
9999. ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ ഏതാണ് നമ്മുടെ? 1000. ഇനി ആരാധ്യ കേൾക്കാമോ? ആർക്കെങ്കിലും കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഇല്ലേ? യെസ്, ആരാധ്യ കേൾക്കുന്നുണ്ടോ? നേരത്തെ ഇവിടെ ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ് എന്താണ് ആരാധ്യ? മറ്റുള്ള കുട്ടികൾ ടൈപ്പ് ചെയ്യും, മോൾ നോക്കി വായിച്ചാൽ മതി. Which is the largest 4 digit number without repeating the digits? 9876. ഏറ്റവും ചെറിയ 4 digit number without repeating the digit? 1023. ശരിയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം, ഇതിന്റെ സം ചോദിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദീസ് ടു ആൻഡ് വാട്ട് ഈസ് ദ സം ഓഫ് ദീസ് ടു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ശരി, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കൗണ്ടിങ് ഫിഗേഴ്സ് എന്ന കാര്യമാണ്. അതിൽ തന്നെ നമുക്ക് അതിന് മുമ്പായിട്ട് 1-2 നമ്പർ സീരീസിലെ ചോദ്യങ്ങൾ നിങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. 38, 41, 47, 52, 56, 63, 65, 74 ഡാഷ്. അടുത്ത നമ്പർ കുട്ടികൾ ടൈപ്പ് ചെയ്യുക. ആരാധ്യ കുട്ടികൾ ടൈപ്പ് ചെയ്തതിനു ശേഷം വായിക്കുക. എങ്ങനെയാ കിട്ടുന്നത് പറയൂ. മൂന്ന് 3 4 5 6 8 7 6 5 4. ഇവിടെ 6 7 വന്നു. 4 5 6 7 8 1 2 3 4 5. അങ്ങനെയാണ് കിട്ടിയത്. 1 1 2 3 5 8 13 ഡാഷ്. അടുത്ത നമ്പർ കുട്ടികൾ ടൈപ്പ് ചെയ്യും, നേതിക വായിക്കുക. ശരിയായ ഉത്തരമാണെങ്കിൽ വായിച്ചാൽ മതി. ശരിയായ ഉത്തരം ഏതാണെന്ന് തോന്നുമെങ്കിൽ നേതികക്ക് പറയാം. ഒരിക്കലും നമ്മൾ പറഞ്ഞതാണ്, ഈ ചോദ്യം ചർച്ച ചെയ്താണ്. എത്രയാണ് മോളെ ശരിയായ ഉത്തരം? 1 + 1 2 21 കറക്റ്റ് ആണ്. 1 3 2 2 3 3. അതുപോലെ 2 + 3 5 5 + 3 8 8 + 5 13 13 + 8 21. അടുത്തത് ഏതെന്ന് പറയാൻ പറ്റുമോ? അറിയാം. കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഏതാണെന്ന് കുട്ടികൾ ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കി വായിച്ചാൽ മതി. അടുത്തത് ഏതാണ്? 34. വെരി ഗുഡ്. 34 ആണ്. 34 ആണ്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആ ചോദ്യം ശ്രദ്ധിച്ചോളൂ. 1 6 4 12 9 18 16 24 ഡാഷ്. എന്തെങ്കിലും രക്ഷയുണ്ടോ നോക്കൂ. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കി പറയാം. കൂടുതലും കുട്ടികൾ ടൈപ്പ് ചെയ്യുന്ന ആൻസർ ശരിയായിരിക്കും. മോളത് നോക്കി പറയാത്തത് എന്താണ്? മിണ്ടാത്തത് എന്താണ്? 25. എന്താണ് മിണ്ടാൻ താമസം? 25 ആണ്.
ആ 25 കിട്ടിയത് ഇങ്ങനെയായിരിക്കും. 1 1 4 9 16 25 പോയി. 1 1 into 1 4 2 into 2 9 3 into 3 16 4 into 4 25 5 into 5. ഇടക്കുണ്ട്, ഇവിടെയുണ്ട് ചില പ്രത്യേകതകൾ. 6 12 6ന്റെ ഇരട്ടി, 12 6 18 18 6 24. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഒന്നിടവിട്ടിട്ടാണ് ഈ സ്ക്വയർ നമ്പർ വെച്ചു കൊടുത്തത്, ഫിറ്റ് ചെയ്തത് ഒന്നിടവിട്ടിട്ടാണ്. സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു എണ്ണൽ സംഖ്യയെ, ഒരു നാച്ചുറൽ നമ്പറിനെ അതേ സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യലാണ്. 1 into 1 ആണ് 1, 2 into 2 ആണ് 4. ഇത് ഒന്നിടവിട്ടിട്ടാണ് കൊടുത്തത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1 into 1 1, 2 into 2 4, ഇവിടെ 3 into 3 9, ഇവിടെ 4 into 4 16, ഇവിടെ അടുത്തത് വരേണ്ടത് 5 into 5 ആണ്. ഇനി അപ്പുറം വരെ 6 into 6 ആയിരിക്കും. ഇത് ഒന്നിടവിട്ടാണ് നമ്മുടെ ഈ സ്ക്വയർ നമ്പേഴ്സ് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തത്. അതിന്റെ ഇടയ്ക്ക് 6ന്റെ മൾട്ടിപ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണ്. 6 12 18 24 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചത് ഒന്നിടവിട്ടുള്ള സ്ക്വയർ നമ്പേഴ്സിന്റെ കാര്യം പരിഗണിക്കാനാണ്. 1 9 25 ഡാഷ് 81. ഇവിടെ എത്രയാണ് വേണ്ടത്? 49. ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ്. 1 into 1 1, 3 into 3 9, 5 into 5 25, then 7 into 7 49, അടുത്തത് 9 into 9. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ ആയിട്ടാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ 7th സ്റ്റാൻഡേർഡിലാണ് വിശദമായിട്ട് പഠിക്കുന്നതെങ്കിലും നമ്പർ സീരീസ് വരുമ്പം ഇത്തരം ചോദ്യങ്ങളാണ് നിങ്ങൾ ഉൾപ്പെടുത്തുക. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കുറച്ച് ധാരണ അവർക്ക് ഉണ്ടായി കൊടുക്കുന്നത് നല്ലതാണ്. ഇത്തരം ചോദ്യങ്ങൾ അവർക്ക് വരാൻ സാധ്യത ചോദ്യങ്ങളാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇതിന്റെ കുറെ പ്രത്യേകതകൾ പറയാം. നിങ്ങളോട് പെട്ടെന്ന് ഒരാള് ചോദിക്കുന്നു 19 into 21 ചെയ്താൽ എത്രയാണെന്ന് ചോദിക്കും. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരു മാർഗം, 19 into 21 ചെയ്യാൻ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം 19ന്റെയും 21ന്റെയും ഇടയിലുള്ള സംഖ്യ ഏതാണ്? 20യെ 20 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയായിരിക്കും? 400. 400 നിന്ന് 1 മൈനസ് ചെയ്താൽ എത്രയാണ്? 399. അപ്പൊ ഇതിന്റെ ആൻസർ 390 തന്നെ. അങ്ങനെയാണെങ്കിൽ മോളോട് വേറൊരു ചോദ്യം, 29നെ 31 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയായിരിക്കും? 800. എങ്ങനെയാ കിട്ടുന്നത് മോളൊന്ന് പറ. 30 into 30 എത്രയാണ്? 900. അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്രയാണ്? 899. അപ്പൊ ഇത് നിങ്ങൾക്ക് വിശദമായിട്ട് പിന്നീട് മുതിർന്ന ക്ലാസ് പഠിച്ചോളൂ. ചിലപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പരിചയപ്പെട്ടുന്നുള്ളൂ. ഇനി നിങ്ങൾ പെൻസിൽ സ്കെയിലൊക്കെ എടുത്ത് കയ്യിൽ വെക്കുക. സ്കെയിലില്ലെങ്കിൽ കയ്യിൽ, പെൻസിലെങ്കിലും എടുത്ത് കയ്യിൽ വെക്കുക. കൗണ്ടിങ് ഫിഗേഴ്സ്, എത്ര റെക്ടാങ്കിൾ, എത്ര സ്ക്വയേഴ്സ്, എത്ര ട്രയാങ്കിൾസ്. ഈ ചോദ്യം സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. 1-2 മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യതയില്ല. അത് ട്രിക്കിലൂടെ എങ്ങനെ കണ്ടെത്താം എന്നതാണ്. ഇവരുടെ ചില ചോദ്യങ്ങൾ കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതെന്താ PSC മോഡൽ ചോദ്യം ഈ കുട്ടികളോട് ചോദിക്കുന്നത്. LSS ആണ്. LSS USSന് ചോദ്യം ഏതും ചോദിക്കും. പറയുന്നത് 4ാം ക്ലാസ്സിലെ ലെവലാ ചോദിക്കുക എന്നൊക്കെ പറയുമെങ്കിലും അത്തരം കുട്ടികളെ സെലക്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ കൊടുത്താലേ ശരിയാവും. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ കൊടുക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിക്കുക.
അതുപോലെ ന്യൂമാത്സ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ന്യൂമാത്സിന്റെ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോകും. അതൊക്കെ PSCക്കാരോട് ചോദിക്കുന്നതിനേക്കാൾ വലിയ വലിയ ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാ പേരൻസും കുട്ടികളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പ് തരുമെങ്കിൽ ഞാൻ ഈ മൈക്ക് ഓൺ ചെയ്ത് വെക്കാം. ഹൗ മെനി ട്രയാങ്കിൾസ് ആണ്? ട്രയാങ്കിൾസിന്റെ എണ്ണം എത്ര ത്രികോണമുണ്ട്? അത് പല ടൈപ്പ് ചോദിക്കാറുണ്ട്, പല മോഡലിൽ ചോദിക്കാറുണ്ട്. ട്രയാങ്കിളിന്റെ ഉള്ളിൽ ചെറിയ ഒരു ഫ്ലവർ ആറ്റം വെച്ച് കൊടുത്തിട്ട് അതും ചോദിക്കും. ഫ്ലവർ ഉൾപ്പെടുന്ന എത്ര ഉണ്ട് അതൊക്കെ ചോദിക്കാറുണ്ട്. ആദ്യം ഞാനൊരു ട്രയൽ ചോദ്യം തരികയാണ്. ഒരു ട്രയാങ്കിൾ റഫായിട്ട് വരയ്ക്കുക. എന്തിനാ മക്കളെ ഇത് ഓൺ ചെയ്ത് പിടിക്കുന്ന നിങ്ങള്? ആരാണെന്ന് തിരിയുന്നില്ലല്ലോ. അതിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തൊരു വര വരയ്ക്കുക. ഇവിടത്തേക്കൊരു വര വരയ്ക്കുക. ഇതിന്റെ രണ്ടിന്റെ മിഡിലൂടെ ഇവിടത്തേക്കും ഒരു വര വരയ്ക്കുക. അപ്പൊ ഒരുപാട് ട്രയാങ്കിൾ കിട്ടി. ചോദ്യം ഇതാണ്, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ഇൻ ദിസ് ഫിഗർ? ആരും വിളിച്ചു പറയണ്ട, നേതിക ആ ആൻസർ നോക്കി ഒന്ന് പറഞ്ഞാൽ മതി. നേതിക കേൾക്കാമോ? യെസ്. ഇനി അടുത്ത ഞാൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പേര് വിളിക്കും മാത്രം പറയാം. ഇനി ആരാധ്യ കേൾക്കാമോ? ആരാധ്യ പോയ. എത്ര ട്രയാങ്കിളാണ് കുട്ടികൾ ടൈപ്പ് ചെയ്തത്? 16 കറക്റ്റ് ഉത്തരാണ്. ഇത് കണ്ടുപിടിക്കാൻ ഒരു മാർഗം ഇതാണ്. 1 2 3 4 5 6 6 ചെറുത് കിട്ടും. അടുത്തത് 1ഉം 2ഉം ചേർന്നാൽ ഒരെണ്ണം കിട്ടും. 5ഉം 6ഉം ചേർന്നാൽ ഒരെണ്ണം കിട്ടും. 3ഉം 4ഉം ചേർന്നാൽ ഒരെണ്ണം കിട്ടും. 6 7 8 9. ഇനി ചെറിയൊരു ജോലി ഇവിടെ ബാക്കി പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ വാലൊന്ന് അങ്ങോട്ട് നീട്ടുക. അത് നീട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് മറച്ചു പിടിക്കാം. ഏത്? ഇവിടെ ഒന്ന് മറച്ചു വെക്കാം. മറച്ചു വെച്ച് കഴിഞ്ഞാൽ 1 6 5 എന്ന ഒരു വലിയ ട്രയാങ്കിൾ കിട്ടും. ഇനി ഇവിടെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ 2 3 4 എന്ന ഒരു വലിയ ട്രയാങ്കിൾ കിട്ടും. 2 3 4 അല്ലെങ്കിൽ 4 3 2 കിട്ടും. ഇനി ഈ വാല് പോട്ടെ, അടുത്ത വാല് ഇങ്ങോട്ട് വരയ്ക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 5 6 കിട്ടും. 4 5 6. പിന്നെ നിങ്ങൾക്ക് ഇത് 3 ആണ്, 3 ആണ്. പിന്നെ നിങ്ങൾക്ക് 1 2 3 കിട്ടും. 1 2 3 കിട്ടും. ആ വാല് പോട്ടെ, അടുത്ത വാല് കൊടുക്കേണ്ടത് ഇവിടെയാണ്. അപ്പോൾ 2 1 6 കിട്ടി. 2 1 6 കിട്ടി. 3 4 5 കിട്ടി. 3 4 5 കിട്ടി. നേതിക നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. 1 2 3 4 5 6 7 8 9 9 + 6 15. പക്ഷേ കുട്ടികൾ 16 പറഞ്ഞ 16 എവിടെ? ഓ, ഈ വലിയ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം അടുത്ത ജോലി ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഓക്കെ ആണോ മോളെ? അടുത്ത ജോലി ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഇതിവിടെ താഴ്ത്തി അങ്ങോട്ടേക്ക്. ഇതിവിടെയും താഴ്ത്തിയില്ല.
വരച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൻ്റെ ഇടയിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫ്ലവർ വരയ്ക്കാം, ഒരു പൂവ്. ഒരു പൂവാടെ വരച്ചു വെക്കാം, ഫ്ലവർ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേരുകയാണ് മറുപടി പറയേണ്ടത്. വരച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന്. യെസ്. ചോദ്യം ഇതാണ്, ഹൗ മെനി ട്രയാങ്കിൾസ് ഡസ് ദ ഫ്ലവർ കണ്ടെയ്ൻ? ചിത്രത്തിൽ ഈ പൂവ് ഉൾപ്പെടുന്ന എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഹൗ മെനി ട്രയാങ്കിൾസ് ഈ ഫ്ലവർ ഉൾപ്പെടുന്ന, ഹൗ മെനി ട്രയാങ്കിൾസ് ഡസ് ദ ഫ്ലവർ ഇൻക്ലൂഡ്? ഈ പൂവ് ഉൾപ്പെടുന്ന എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ട്രയാങ്കിൾസ് എഴുതുമ്പോൾ ആ ഫ്ലവർ അതിൽ വരണം. അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം. ആ ട്രയാങ്കിള് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ആദ്യം വരയ്ക്കുന്നത് ഒരു സർക്കിൾ വരച്ചിട്ടാണ് ചെയ്യുക. ആ സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിനെ 1 2 3 4 5 5 ഭാഗമാക്കി എന്നിട്ട് ചെയ്യാൻ നോക്കിക്കോളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു. അതൊരു വൃത്തി കിട്ടേണ്ടിയിട്ടാണ് ഞാൻ ആ സർക്കിൾ വരച്ചത്. അത് വരച്ചതിന് ശേഷം മക്കൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ സർക്കിൾ വരയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റാർ കിട്ടിയാൽ മതി. ഈ സ്റ്റാർ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ആൻസർ എത്രയാണ്? 1 2 3 4 5. 5 ചെറുത് കിട്ടിയോ? യെസ്. ഇനി ഞാന് ഇവിടെ ഈ മിഡിൽ വെറുതെ എ എന്ന ഒരു അക്ഷരമാണ് എഴുതി വെക്കുന്നത്. ഇനി 5 വലുത് കാണിക്കാൻ പോവുകയാണ്. ആ 5 വലുത് കാണിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ട്രയാങ്കിൾ മറച്ച് വെക്കുകയാണ്. അങ്ങനെ മറച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബാക്കി കിട്ടും. 1A4 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 2A4 2A4 1A3 1A3. 5 3 8. ഇവിടെ ഒന്നിനെ മറച്ചു കിട്ടും. 5A3 5A3 5A3. വേറെ എന്താ വരാത്തത്? 5A3 2A4 2A4 ഇവിടെ വന്നിട്ടുണ്ട്, അതിന് വേണ്ട. ഇനി 5A3 വന്നിട്ടുണ്ട്. ഇനി അടുത്തത് വേറെ ഏതെങ്കിലും വരാൻ ബാക്കിയുണ്ടോ നോക്കൂ. 5A3 വന്നു, പിന്നെ 2A4 വന്നു, പിന്നെ 5A3 2A4. ഇനി ഏതെങ്കിലും ഉണ്ടോ വരാൻ? അപ്പോ 5 6 7 8 9. ഒന്നുകൂടി വരണം, ഒന്നുകൂടി വരണം. 5A3 1A3 പിന്നെ 2A5 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 2A5. അപ്പോൾ 1 2 3 4 5 പ്ലസ് 5 ടോട്ടൽ 10 ആണ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ആദ്യം 1 2 3 4 5 ഈ 5 എണ്ണം കിട്ടിയോ? യെസ്, 5 എണ്ണം കിട്ടി. അത് ഓക്കെയാണ്. ആ 5 എണ്ണം കിട്ടിയപ്പോൾ അടുത്ത 5 വലുത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാനിവിടെ ഈ 5നെ മറച്ചു വെച്ചു. 5നെ മറച്ചു വെക്കുമ്പോൾ ഇവിടെ നോക്കിക്കോളൂ. 1A4 ഇതാണ്. ഇതൊരു ട്രയാങ്കിൾ ആണ്, അതാണ് ഇവിടെ എഴുതിയത്. പിന്നെ 2A4 ഇവിടെ ഇങ്ങോട്ടുള്ള ട്രയാങ്കിൾ. അതെ. 1A3 ഇതാണ്, അതാണ് ഇവിടെ എഴുതിയത്. പിന്നെ അത് മനസ്സിലായില്ലേ? ഇനി ഇത് മറച്ചു വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എടുക്കാം. 5A3 2A5 5
5 5 10. ഇപ്പൊ മനസ്സിലായോ? യെസ്. അപ്പൊ നോക്കി വെച്ചോളൂ, ചിലപ്പോൾ നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. യെസ്. അപ്പം ഇന്ന് ട്രയാങ്കിളിന്റെ കാര്യമാണ് നമ്മൾ തുടങ്ങുന്നത്. ട്രയാങ്കിൾ എത്ര ഉണ്ട് എന്നത്. ഇനി അടുത്ത ട്രയാങ്കിളിന്റെ വേറൊരു രീതിയും കൂടി സാധാരണ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നുണ്ട്. അതും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഈ സ്ക്വയറിലേക്ക് പോകാൻ സമയം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് 2 ചോദ്യം തന്നുകൊണ്ട് അവസാനിപ്പിക്കാം. എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഹൗ മെനി ട്രയാങ്കിൾസ്? ഇതാണ്. നമുക്ക് എല്ലാവരും ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ആ റെക്റ്റാങ്കിളിൽ ഇങ്ങനെ 2 ഡയഗണലായിട്ട് കൊടുക്കുക. നേദിക്കുക, ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4. പെട്ടെന്ന് 4 ആണെന്ന് പറയരുത്, വേറെയും 4 കാണാം. 1ഉം 2ഉം ചേർന്നാൽ 1 കിട്ടും. ആദ്യം ഈ 4 അവിടെ വെച്ചു. 1ഉം 2ഉം ചേർന്നാൽ 1 കിട്ടി. 2ഉം 3ഉം ചേർന്നപ്പോൾ 1 കിട്ടി. 3ഉം 4ഉം ചേർന്നപ്പോൾ 1 കിട്ടി. 1ഉം 4ഉം ചെയ്തപ്പോൾ 1 കിട്ടി. അങ്ങനെ 4 + 4 8 എണ്ണമാണ്. പക്ഷേ ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് 1 കൂടി ചേർത്ത് ഞാൻ വരച്ചാൽ വേദിക, അത് എത്ര ഉണ്ടാവും? അതായത് 8 ഇവിടെയും 8 ഇവിടെയും വന്നാൽ 8ഉം 8ഉം 16ന്റെ കൂടെ ഈ 2 ജോയിന്റും കൂടി നിങ്ങൾ എഴുതുന്നത് നല്ലതാണ്. അങ്ങനെയാണ് 16 + 2 18 കിട്ടുന്നത്. ആ 16 കഴിഞ്ഞാലുള്ള 2 ഞാൻ കാണിച്ചു തരാം, വരച്ച് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് വേഗം ക്ലിയർ ആവും. ആ 2 വരച്ച് കാണിക്കുന്നേക്കോളൂ. നിങ്ങൾ കാണാത്ത 2 ഉണ്ട് ഇവിടെ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ, അതിലിങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോകുന്ന ട്രയാങ്കിൾ, അത് 2ആണ്. ഇനി ഇവിടെ വീണ്ടും ഒരു ജോയിന്റ് കൂടി വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും 8ആയിട്ട് മാറുകയും ഈ ജോയിന്റ് കൂടി നിങ്ങൾ എണ്ണിയാൽ മതി. അപ്പൊ അതിന്റെ എളുപ്പമാർഗം ഈ ജോയിന്റ് എണ്ണി നോക്കലാണ്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിലാകാത്ത കുട്ടികൾ ഒന്നുകൂടി വീഡിയോ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനിത് ഇന്നത്തെ ഹോംവർക്ക് തന്നോട്ടെ? യെസ് ഓർ നോ? യെസ്, ഹോംവർക്ക് തരാം. ഹോംവർക്ക് 2 ഭാഗത്ത് റോസ് ആൻഡ് കോളംസ് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെന്താണ് വിദ്യ? ഇപ്പൊ ഉദാഹരണത്തിന് ഇനി അടുത്തത് സ്ക്വയേഴ്സ് എഴുതിയേക്കുക. സമചതുരം എന്നാണ് മലയാളം. ഇവിടെ 1 2 3 4 4 എണ്ണാണ് ഉള്ളതെങ്കിലും സത്യത്തിൽ ഇത് 5 ഉണ്ട്. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദേർ? 4 എണ്ണാണ് ചോദിക്കുന്നതെങ്കിലും കണ്ടാൽ 4 ആണെങ്കിലും 1 2 3 4 എന്ന് തോന്നിയെങ്കിലും 4 1 ഈ വലുതുണ്ട്. അതാണ് 1 + 4 എന്ന് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് 5. ഇത് നേരെ തിരിഞ്ഞ് 9 ചെറിയ സ്ക്വയേഴ്സിലേക്ക് നമ്മൾ മാറ്റിയാല് ഇങ്ങനെ വരുമ്പോൾ, ഇതൊക്കെ ഞാൻ സ്കെയില് വെക്കാതെ വരച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ സ്ക്വയർ ആണെന്ന് പറയുന്നതാണ് വിശ്വസിക്കുന്നത്. ഈ സ്ക്വയറിലേക്ക് പോകുമ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ഈ രീതിയിലാണ് പോവുക. 1 എന്തായാലും ഉണ്ട്. 1 + 4 ഇവിടെ ഉണ്ട്. 1 2 3 4 4 + പിന്നെ 9. അപ്പൊ ഇതിൽ എത്ര ട്രയാങ്കിൾ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 + 4 + 9 ആണ്. അത് 14 ആണ്. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2 ഭാഗത്ത് തുല്യമാണെങ്കിലാണ് ഈ വിദ്യ. ഇങ്ങോട്ടും 3 ഇങ്ങോട്ടും 3. ഇനി അങ്ങോട്ട് 4 വന്നാലോ? 1 2 3 4 1 2 3 4. 4 വന്നാൽ എന്താണ് വിദ്യ നോക്കിക്കോളെ? ഒന്നുമില്ല. 1 + 4 + വേദികയാണ് മറുപടി പറയേണ്ടത്. അവൾ മിണ്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? അവൾ മിണ്ടാതിരിക്കുകയാണ്. 1 + 4 + 9 +
ഓർമ്മയിട്ടതില്ല, ഞാൻ എന്ത് ചെയ്യണം? ആ ഉമ്മ കളിക്കുക. ആ ബാക്കിയുള്ള കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണല്ലേ 1 + 4 + 9 + 16. ഇതെല്ലാം കൂട്ടിയാൽ 30 ആണ്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഈ ക്രമത്തിലാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ 64 ഉള്ള ഒരു സ്ക്വയർ കാണിക്കാൻ പോവുകയാണ്. അതിൽ സ്ക്വയറിന്റെ എണ്ണമാണ് നിങ്ങൾ പറയുന്നത്. ഇതില് 64 ആണ് ചെറിയ സ്ക്വയേഴ്സ്. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 8 × 8 64 ആണ്. ഇങ്ങനെ ഒരു കളി നിങ്ങളുടെ പദ്ധതിയിൽ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു ഹൗ മെനി സ്ക്വയേഴ്സ് ആർ there in this figure എന്ന് ചോദിക്കാം. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ഇൻ എ ചെസ് ബോർഡ് എന്ന് ചോദിക്കാം. ഒരു ചെസ് ബോർഡിൽ കളിയും തന്നെയാണ്, അവിടെ വൈറ്റ് ബ്ലാക്ക് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ഇൻ എ ചെസ് ബോർഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടിയാണ് കൊടുക്കുക എന്ന് ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്താൽ മതി. അതിന്റെ ആൻസർ നിങ്ങൾ എഴുതി വെച്ചോളൂ. 1 + 4 + 9 + 16 + 25 + 36 + 49 + 64 ആയിരിക്കും. വേദിക ഒന്ന് പറഞ്ഞ പോലെ 1 + 4 + 9 + 16 + 25 + 36 + 49 + 64. ഈ 1 എന്ന് പറഞ്ഞാൽ 1 × 1 ആണ്. ഈ 4 എന്ന് പറഞ്ഞാൽ എന്താ മോളെ 2 × 2 ആണ്. 9 ഓ 3 × 3. 16 ഓ 25 ഓ 5 × 5. 36 ഓ മോളെ 6 × 6. 49 ഓ 7 × 7. 64 ഓ 8 × 8. ഇതെല്ലാം കൂടി ഒന്ന് മോള് കൂട്ടി വെക്കുക, എത്ര ഉണ്ടാവും നോക്ക്. Sir, 204. വെരി ഗുഡ്, 204. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായി ഹൗ മെനി സ്ക്വയേഴ്സ് ആർ there in a chess board എന്ന് ചോദിക്കാം. ഇങ്ങനെ കോളം റോസും 8 × 8 എന്ന് ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് ഇതിൽ 214 അതായത് ഇതിലുള്ള എല്ലാ 4 9 64 ഒക്കെ കാണിച്ചത്. ആദ്യം ഇത് ചെറുത് 64, അതാണ് നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്ത് 64 മാത്രം. പക്ഷെ 64 ഞാൻ 49ലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോഴേ ഇപ്പൊ 49 ആയി. 1 2 3 4 5 6 7 1 2 3 4 5 6 7 7 × 7 49. പിന്നെ 36ലേക്ക് കൊണ്ടുവന്നു ഇപ്പോഴേ 1 2 3 4 5 6 1 2 3 4 5 6. പിന്നെ ഞാൻ എത്രയിലേക്ക് കൊണ്ടുപോയിട്ട് വേദിക 25ലേക്ക് അല്ലേ? 25ലേക്കല്ലേ കൊണ്ടുപോണ്ടത്? Yes, sir. ആ 25ലേക്ക് കൊണ്ടുവന്നേക്കോ. 1 2 3 4 5 1 2 3 4 5. ഇനി അതിലേക്ക് കൊണ്ടുപോണ്ടത് പറയൂ. 60ലേക്ക് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ വീണ്ടും മടക്കി 60ലേക്ക് പോകുന്നു. ഈ രീതിയിൽ 4 × 4 അതുപോലെ 3 × 3 ഈ രീതിയിൽ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു കൊണ്ടത് ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ there in a chess board, അല്ലെങ്കിൽ ഈ രീതിയിൽ സ്ക്വയർ തന്നുകൊണ്ട് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വേറെ ഒരു സ്ക്വയറിന്റെ രൂപം ഞാൻ പരിചയപ്പെടുത്തരാം. അവിടെ നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗവും പറഞ്ഞുതരാം. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടെത്തുക അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതൊരു ടൈപ്പ് വേറെയാണ്. ഇവിടെ റെക്റ്റാങ്കിൾ വരച്ചുകൊണ്ട് സ്ക്വയറിലേക്ക് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ വരച്ചു, 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 4 എല്ലാം സ്ക്വയേഴ്സ് ആണ്. തൽക്കാലം വിചാരിക്കുക അളവെടുക്കാതെ വരച്ചതാണ്. ഇതിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നീളത്തിൽ കൊടുത്തിരിക്കുന്നത് 1 2 3 4 ആണ്. താഴോട്ട് കൊടുത്തിരിക്കുന്നത് 1 2 ആണ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 1 2 3 4 എന്ന് നമ്പർ കൊടുക്കുക.
1 2 എന്ന് താഴോട്ട് നമ്പർ കൊടുക്കുക. അതിനുശേഷം ഇവിടുത്തെ വലിയ ആളെ പിടിക്കുക 4, ഇവിടുത്തെ വലിയ ആള് 2 ആണ്. 4 × 2 8. അടുത്ത വലിയ ആൾ ഇവിടെ 3 ആണ്. അടുത്ത ആളിവിടെ 1 ആണ്. 3 × 1 3. 8 3 കൂടി കൂട്ടിയാൽ 11. അപ്പോൾ ഇതിൽ 11 സ്ക്വയേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. ശ്രദ്ധിക്കുക, നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രമേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കാര്യമാണ്. ഹൗ മെനി ട്രയാങ്കിൾസ്, ഹൗ മെനി റെക്ടാങ്കിൾസ്, ഹൗ മെനി സ്ക്വയേഴ്സ് എന്നുള്ള ഭാഗങ്ങൾ. രണ്ട് സംഖ്യകളുടെ രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള അതെ 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 ബാക്ക് പേജിലൊക്കെ കളക്ട് ചെയ്തത് തമ്മിലുള്ള വ്യത്യാസം 44. ചെറുത് ഏത്? നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. പേടിക്കണ്ട. രണ്ടാമത്തെ ചോദ്യം, 2 ചോദ്യം അതിന് തരുന്നുള്ളൂ. രണ്ടാമത്തെ ചോദ്യമാണ്, ഹൗ മെനി zeros in the product of 1 × 2 × 3 × 4 × 5 × up to 25. 1 മുതൽ 25 വരെ ഗുണിക്കുമ്പോൾ ഗുണിച്ചാൽ അവസാനം എത്ര 0 ഉണ്ടാവും? എത്ര 0 ഉണ്ടാവും? വേദിക ഈ 2 ചോദ്യം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം 44. ചെറുത് ഏത്? How many zeros in the product of 1 × 2, 2 × 3, × 4, × 5, × 6, × 25. up to 25. 1 മുതൽ 25 വരെ ഗുണിച്ചാൽ അവസാനം എത്ര സീറോസ് ഉണ്ടാവും? ഈ 2 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ആൻസർ കണ്ടെത്തേണ്ടത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ സഹായത്തോടു കൂടി കണ്ടെത്താം. അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ട്രിക്ക് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇനി ശ്രദ്ധിക്കുക, ഇത്തരം ട്രിക്കിലൂടെ എളുപ്പത്തിലൂടെ ഉത്തരം കണ്ടെത്തേണ്ട ഈ ചോദ്യത്തിനൊക്കെ ഉത്തരമൊക്കെ അതിൽ തന്നെ ഉണ്ട് ഏകദേശം. പക്ഷെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്തേണ്ട വിദ്യയും കൂടി ഈ കൂട്ടത്തിൽ നിങ്ങൾ പഠിപ്പിക്കും. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ആൻസർ ഇപ്പം വേണ്ട, എപ്പോഴാണ് വേണ്ടത്? യൂട്യൂബിൽ ഈ ക്ലാസ് വരും. നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് യൂട്യൂബിലേക്ക് ക്ലാസ് വരുന്ന സമയത്താണ് മക്കൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ക്ലാസ്സിൽ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. 3, 4, 5, 6, 7, 8, 9 ആ ഒരു പാറ്റേണിന്റെ 10th ലൈനിന്റെ ഫൈൻഡ് ദ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ. എങ്ങനെയായിരുന്നു ആ പാറ്റേൺ എഴുതിയത്? 1 2 3 ഇങ്ങനെയാണോ? 1 2 3 1 2 3 4 5 6 അല്ലേ? ഇങ്ങനെയാണോ എഴുതിയത്? 1 ഫസ്റ്റ് 2 2 3 4 2 3 4 ആണ്. 1 ഫസ്റ്റ് 2 3 4. പിന്നെ പിന്നെ 5 6 7 8 9 പിന്നെ 10 10 11 12 13 14 15 16. നിങ്ങളുടെ കുട്ടിയുടെ പേരെന്താണ്? ദേവനന്ദ വി. ഏത് സ്കൂളിലാണ്? ആംഗ്ലോ ഇന്ത്യൻ. ആംഗ്ലോ ഇന്ത്യൻ. ഈ 1
ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഈ 4-ന് ഒരു പ്രത്യേകതയുണ്ട്, ഈ 9-ന് ഒരു പ്രത്യേകതയുണ്ട്, ഈ 16-ന് ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരുന്നു ചോദ്യം? 10th ലൈനിന്റെ ഫൈൻഡ് ദ ഫസ്റ്റ് നമ്പർ. ഓഹോ, 10th ലൈനിലെ ഫസ്റ്റ് നമ്പറാണ് ചോദിച്ചത്. 10th ലൈനിലെ ലാസ്റ്റ് നമ്പർ ഏതായിരുന്നു? ഈ 4-ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതാ? ഇവിടെ നോക്കൂ, 1 2 3 4, 4-ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതാ? 16. ആ, 4-ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ കിട്ടാൻ 4-നെ 4 കൊണ്ട് ഗുണിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, 4-ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ കിട്ടാൻ 3-ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പറിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. 3-ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ കിട്ടാൻ 3-നെ 3 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന 9-ന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പൊ നിങ്ങളോട് ചോദിച്ചത് 10-ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ആണ്ട് 10 × 10 ആയ 100 ആയിരിക്കും. അല്ല, ഫസ്റ്റ് നമ്പർ ആയിക്കോട്ടെ, ഞാൻ കേൾക്ക്. അങ്ങനെയാണെങ്കിൽ 9-ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ആയ 9 × 81-ന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പൊ 82 ആയിരിക്കും. ക്ലിയർ ആയില്ല തോന്നുന്നു. മറ്റേ കുട്ടികൾക്ക് ക്ലിയർ ആയി പറഞ്ഞത്. അതായത് ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 10-ാമത്തെ വരിയിലൊന്നും പോകണ്ട. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സൂചന തന്നെ അതിന് തെളിവാണ്. വേണമെങ്കിൽ ഒരു വരിയും കൂടി എഴുതി വെക്കാം. ഒരു വരിയും കൂടി എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 17 വരും, 18 വരും, അവസാനം ഇവിടെ 25 വരും. ഇതെല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണ്. 1 4 9 16 25 ഇതെല്ലാം വർഗസംഖ്യകളാണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം 1 2 3 4 5, 5-ാമത്തെ വരിയിലെ അവസാന നമ്പർ എന്ന് വെച്ചാൽ നിങ്ങൾ 5 × 5 എഴുതിയിട്ട് 25 കണ്ടുപിടിക്കും. ശരിയല്ലേ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? മറുപടി ഒന്ന് മറുപടി പറയണം. 25 ശരിയാണ്. ഇനി നിങ്ങളോട് ചോദിക്കുന്ന 5-ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പറായ 17 കണ്ടുപിടിക്കാനുള്ള മാർഗം 4-ാമത്തെ വരിയിലെ അവസാന നമ്പറിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പൊ 4 × 4 ചെയ്തിട്ട് 1 കൂട്ടിയാൽ മതി. അതിന്റെ 10-ാമത്തെ വരിയിൽ സംഭവിക്കുന്നത് മനസ്സിലായി? അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓരോ ക്ലാസ്സിലും അല്ല, അതിന്റെ മുമ്പ് വാട്സപ്പിൽ ചോദിച്ചാൽ മതി.